നമസ്കാരം. പുതിയ പുതിയ ഒരുപാട് വിഷയങ്ങളുമായി ഗ്രീൻ ഗ്ലോബൽ പ്രേക്ഷകരുടെ മുന്നിലെത്തുകയാണ്. നല്ല വാർത്തകളുണ്ട്, നമ്മളെ നിരാശപ്പെടുത്തുന്ന വാർത്തകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് ഞാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തിരുവനന്തപുരത്തിനടുത്ത് കരകുളം എന്ന് പറയുന്ന സ്ഥലത്ത് PA അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ മേധാവി ശ്രീ PA അസീസ് അവർ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. DNA ടെസ്റ്റ് നടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹമാണെന്നാണ് നിലവിലുള്ള തെളിവുകൾ പ്രകാരം പറയുന്നത്. ഇനി മറ്റൊരാളാണോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും അത് DNA ടെസ്റ്റൊക്കെ വരുമ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അദ്ദേഹം കുടുംബമായി നിന്ന് മാറി കോളേജിലായിരുന്നു കുറച്ച് ദിവസം. അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ ബാക്കിയുള്ള സ്റ്റാഫൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കാണുന്നത്. പിന്നെ ഫോണിൽ നിന്ന് വിവരങ്ങളൊക്കെ എടുത്തപ്പോൾ അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പറയുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മരണം സൂചിപ്പിക്കാനല്ല ഈ വീഡിയോ ചെയ്തത്. 80കളുടെ അവസാനത്തിലാണ് കേരളത്തിൽ സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകൾ ധാരാളമായി തുടങ്ങുന്നത്. കേരളത്തിൽ മലയാളിയുടെ കയ്യിലുള്ള പണം, അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പണം, 70കളുടെ അവസാനം, 80കളുടെ ആരംഭം മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള NRI പണമാകട്ടെ, ഇവിടെ ശമ്പള പരിഷ്കരണമൊക്കെ നടന്നു കിട്ടിയ തുകയാകട്ടെ, റബ്ബർ വിറ്റുണ്ടാകുന്ന കാശാകട്ടെ, നല്ല കുറെ പണം മലയാളിയുടെ കയ്യിൽ വന്നു. അത് കുറേയൊക്കെ സ്വർണം വാങ്ങിയും കുറെ അല്ലാതെ പല രൂപത്തിലും ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ടൊക്കെ നിക്ഷേപിച്ചിരുന്നവരാണ് മലയാളികൾ. അപ്പോഴാണ് പെട്ടെന്നൊരു അവസരം കിട്ടുന്നത് ശ്രീ കോളേജുകൾ തുടങ്ങുവാനുള്ള ഒരു തീരുമാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശ്രീ കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആണത് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ആ സമയത്ത് തുടങ്ങിയ സ്വാശ്രയ കോളേജുകളുടെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നു. ഏത് പഞ്ചായത്ത് എടുത്താലും 1 2 എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ എഞ്ചിനീയറിംഗ് കോളേജിൽ അനുവദിച്ചു. നയനാരെ തുടർന്ന് പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലമാകുമ്പോൾ ഉമ്മൻചാണ്ടിയിൽ AK ആന്റണിയുടെ കാര്യമാകുമ്പോൾ കുറച്ചുകൂടി അഴിമതികളുടെ ഒരു സാധ്യതകൾ വന്നു. എന്ന് പറഞ്ഞാൽ പല ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ പരാതികൾ വന്നു. അഴിമതി നടന്നു എന്നല്ല, ഒരുപാട് പരാതികൾ വന്നു. ധാരാളം ആളുകൾ ഇടനിലക്കാരായി നിന്ന് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരൊക്കെ പൈസ ഉണ്ടാക്കുന്നു, കോളേജ് അനുവദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പരാതി വന്നു. പരാതി വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, അന്നത്തെ ഗവൺമെന്റ് തീരുമാനമെടുത്തു, അപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ അപേക്ഷിച്ചാൽ ആർക്കും കിട്ടുന്ന രീതിയിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അപേക്ഷ വിളിച്ച് ക്ഷണിച്ചപ്പോൾ കഴിവുള്ളവരും കഴിവില്ലാത്തവരും കാശുള്ളവരും കാശില്ലാത്തവരും പിന്നെ ബാങ്കുകളൊക്കെ വലിയ ലോൺ കൊടുക്കാൻ തയ്യാറായി. ഒരുപാട് ആളുകൾ റിട്ടയർ ആയവർ, ഇപ്പൊ ISR റിട്ടയർ ആയ ഒരാൾ വെള്ളനാട് ഒരു കോളേജ് നടത്തുന്നത്, അങ്ങനെ റിട്ടയർ ആയവർ, സർവീസിലുള്ളവർ, കാശുള്ളവർ എല്ലാവരും കൂടി എടുത്തു ചാടി വ്യാപകമായി എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങി. ഇന്നിപ്പോ ഒരു 40ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടുന്ന അവസ്ഥയിലാണ്. 30,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനനുസരിച്ച് അധ്യാപകരുടെ ജോലി ഇല്ല, ജോലി നഷ്ടപ്പെടും. ഒരു കോളേജിന്റെ മേധാവിയാണ് ഇപ്പോൾ മരിച്ചു എന്ന് നമ്മൾ ആത്മഹത്യ ചെയ്തത് നമ്മൾ വാർത്തയായി വായിച്ചത്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഓരോ വർഷവും ഇത് പുതുക്കുന്നവരുടെ, കോളേജുകളുടെ അഫിലിയേഷൻ പുതുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 175-ൽ നിന്ന് 135-ലേക്ക് കുറയുന്നു. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു വശത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവരാരും തിരിച്ചു വരുന്നില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിന് നമ്മൾ മുന്നോട്ട് വെച്ചൊരു ന്യായം, കർണാടകത്തിലും തമിഴ്നാട്ടിലേക്കുമാണ് നമ്മുടെ കുട്ടികൾ മുഴുവൻ പോകുന്നത്. അങ്ങനെ നാഗർകോവിലിലും കന്യാകുമാരി ജില്ലയിലും വ്യാപകമായി എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു. അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം കന്യാകുമാരി ജില്ലയിലും പിന്നെ തിരുനെൽവേലിയിലും ഒക്കെ പോയി പഠിക്കുന്ന, അല്ലെങ്കിൽ നാഗർകോവിലൊക്കെ പോയി പഠിക്കുന്ന രീതി. നാഗർകോവിലൊക്കെ വ്യാപകമായ എഞ്ചിനീയറിംഗ് കോളേജുകളായിരുന്നു ധാരാളം. അങ്ങനെ അവരെ പിടിച്ചു നിർത്താനാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴും കേരളത്തിന് പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ഗൗരവമായി വിലയിരുത്തേണ്ട വിഷയമാണ്. ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ, ഇത്രയും 10-30,000-ഓളം സീറ്റ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ, ആരപേക്ഷിച്ചാലും എഞ്ചിനീയറായിട്ട് സ്റ്റുഡൻ്റായിട്ട് കിട്ടാൻ സാഹചര്യമുള്ളപ്പോൾ ഇപ്പോഴും പുറത്തു പോയി പഠിക്കുന്നു. എന്താണ് മലയാളിയുടെ ആകർഷണം? ഒന്നാമതായി നാം ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോഴും കർണാടകത്തിലും തമിഴ്നാട്ടിലും പോയി, തമിഴ്നാട്ടിലൊക്കെ പോയി വ്യാപകമായ എഞ്ചിനീയർമാർ ഇവിടെ നിന്ന് പോയി പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് കോയമ്പത്തൂരും നാഗർകോവിലുള്ള കോളേജുകളിലും പോകുന്നത്. എന്തുകൊണ്ട് അവർ കേരളത്തിൽ പഠിക്കുന്നില്ല? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ 10-40ഓളം കോളേജുകൾ നിർത്താൻ പോകുന്നതിനെ എങ്ങനെയാണ് സർക്കാർ സമീപിക്കാൻ പോകുന്നത്? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണത്. അത് പലതും ലോൺ എടുത്തതാണ്.
അപ്പൊ ഇതിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ കഴിയുന്നത്? യൂണിവേഴ്സിറ്റികൾ ഗൗരവമായി ഇതെങ്ങനെ ആലോചിക്കും. ഇപ്പൊ സാങ്കേതിക സർവകലാശാലയാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ അവരുടെ കീഴിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. അത് മറ്റ് സർവകലാശാലയുടെ കീഴിൽ മറ്റ് കോഴ്സുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റ് വ്യവസായം പോലുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച്, IT പാർക്കുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് ഗവൺമെന്റ് ഇതിനെ സമീപിക്കുന്നത്? ധാരാളം IT പാർക്കിന്റെ സാധ്യതകളൊക്കെ ഉണ്ട്. ഇലക്ട്രോണിക് പോലുള്ള സംവിധാനങ്ങളുടെ ഉപസംവിധാനങ്ങൾ ആരംഭിക്കുവാനുള്ള ഇലക്ട്രോണിക് പാർക്കുകൾക്കുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് പാർക്കുകൾ, IT പാർക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ സൈബറിന്റെ സാധ്യതകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തൊഴിൽ സാധ്യതകൾ, എൻവയോൺമെന്റൽ സയൻസിന്റെ സാധ്യതകൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സാധ്യതകൾ, ക്ലൈമാറ്റ് ചേഞ്ചിന്റെ സാധ്യതകൾ, അങ്ങനെ പുതിയ ഒരുപാട് കോഴ്സുകൾ കേരളം ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ എന്റർപ്രണർഷിപ്പ്, മൈക്രോ എന്റർപ്രണർഷിപ്പ് ഒക്കെ വളരെ രസകരമായി കേരളത്തിൽ വളർന്നു വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതിന്റെ മേഖലകൾ, അപ്പോൾ പുതിയ കോഴ്സുകൾ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം? പാർക്കുകൾ, IT പാർക്കുകളും പിന്നെ ഇലക്ട്രോണിക് പാർക്കുകളും സോഫ്റ്റ്വെയർ പാർക്കുകളുമാക്കി എങ്ങനെ ഈ കോളേജുകളെയൊക്കെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ച നടക്കണം. കാരണം കേരളത്തിൽ കോടാനുകോടി രൂപയാണ് ഇത്തരത്തിൽ കോളേജുകൾ വലിയ ക്യാമ്പസുകളാക്കി വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത്. അതെല്ലാം അടച്ചിട്ട് പൂട്ടിപ്പോകുമ്പോൾ അവിടെയുള്ള അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്നു. അനധ്യാപകരുടെയും മറ്റ് സ്ഥാപനങ്ങൾ, പിന്നെ അവിടുത്തെ മറ്റ് അധ്യാപക ജോലിയിൽ ഇല്ലാത്ത ജീവനക്കാർ ധാരാളമുണ്ട്, അവരുടെ തൊഴിൽ പോകുന്നു. മാനേജ്മെന്റിന് പണം നഷ്ടമാകുന്നു, ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുന്നു, ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നു. ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. അപ്പോൾ ഇത്രയും ഗൗരവമായൊരു വിഷയം നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളെ 10-40ഓളം വരുന്ന കോളേജുകൾ പൂട്ടിക്കിടക്കുന്നു. ഇനിയും പൂട്ടുവാനുള്ള സാധ്യതകളുമുണ്ട്. ഉള്ള കോളേജുകളിൽ വളരെ സീറ്റ് കുറവാണ്. കുട്ടികൾ ഇവിടെ പഠിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പഠിക്കാൻ ഇത്രയും സാഹചര്യം ഉള്ളപ്പോഴും കോളേജുകൾ സീറ്റ് ഉള്ളപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾ പോയി പഠിക്കുന്നു. അപ്പൊ വേറെന്തോ പിശകുണ്ട് കേരളത്തിന്. ആ പിശക് എന്താണെന്ന് അടിയന്തരമായി സർക്കാർ ഒരു കമ്മിറ്റിയെ വെച്ച്, ഒരു കമ്മീഷനെ വെച്ച്, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ചുമതലപ്പെടുത്തി, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ആരെങ്കിലും ചുമതലപ്പെടുത്തി ഈ രംഗത്തെ പ്രശ്നം പഠിക്കണം. എന്തുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ, കേരളത്തിൽ ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് ഇവിടെ പഠിക്കാൻ തുടരുന്നില്ല? എന്താണ് പ്രശ്നം? ഒരു സർവേ നടത്തണം, അല്ലെങ്കിൽ ഒരു പഠനം നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇന്നിപ്പോ നഷ്ടത്തിലോടുന്ന, അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളെ മറ്റ് കോഴ്സുകളാക്കി മാറ്റുന്നത് എങ്ങനെ, മറ്റ് സംവിധാനങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് ഗവൺമെന്റ് ഗൗരവമായി ആലോചിക്കണം. PPP ഒക്കെ ആലോചിക്കാവുന്നതാണ്. പബ്ലിക് പ്രൈവറ്റ് 4P ആലോചിക്കാവുന്നതാണ്. പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ടിസിപ്പേഷൻ, അങ്ങനെ 4 സംവിധാനം, 4Pയെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പബ്ലിക് പ്രൈവറ്റ് മാത്രമല്ല, പഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തി പരിശീലന കേന്ദ്രങ്ങൾ ആലോചിക്കാം. പഞ്ചായത്തുകൾക്ക്, നഗരസഭകൾക്കൊക്കെ നല്ല പരിശീലന കേന്ദ്രങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആവശ്യമുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പഞ്ചായത്തിലോ നഗരസഭയിലോ ഒരു കോളേജ് ഉണ്ടത് പൂട്ടിക്കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പൂട്ടാവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ, അവിടെ അവർക്ക് ആവശ്യമായ പുതിയ കോഴ്സുകളും പുതിയ പാർക്കുകളും പുതിയ സംവിധാനങ്ങളും കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ഇത് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പൂട്ടിപ്പോകുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളെ മറ്റ് കോഴ്സുകൾ, അതുപോലെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ 3-4 വകുപ്പുകൾ കൂടി ചേർന്ന് വളരെ ഗൗരവമായി പദ്ധതി തയ്യാറാക്കേണ്ടതാണ്. എന്താണ് പദ്ധതി? ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ എങ്ങനെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തുക? അത് പുതിയ കോഴ്സുകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തലാണോ എങ്കിൽ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയ കോഴ്സുകൾ തുടങ്ങണം. അല്ല ടെക്നോ പാർക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകളും IT പാർക്കുകളും തുടങ്ങാനാണോ? എന്റർപ്രണർഷിപ്പിന്റെ പരിപാടികൾ തുടങ്ങാനാണോ? അല്ലെങ്കിൽ ട്രെയിനിങ് സെന്ററുകളാക്കി മാറ്റുകയാണോ? എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള നിലയിൽ വളരെ ഗൗരവമായി നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ മാറ്റുവാനുള്ള പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ടിസിപ്പേഷനോട് കൂടി 3 ആളുകളുടെയും പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടുള്ള മെഗാ പ്രോജക്റ്റുകൾ ഉണ്ടായി വരണം. അല്ലെങ്കിൽ ഇത് ഒരുപാട് പണം മുടക്കിയവർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇല്ലാതാവുകയോ ചെയ്യുന്നത് മാത്രമല്ല, ഈ മുടക്കിയ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നാമാവശേഷമായി പോവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇപ്പോൾ കുറെ പൂട്ടിക്കഴിഞ്ഞു, ഇനി പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വേറെ തമാശ, അധ്യാപകരോട് ഒരു ജീവിതം നഷ്ടപ്പെടുന്നുണ്ട്. അവരിനി എന്താണ് ചെയ്യുക? അവർ ജീവിച്ചിരിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അവരുടെ തൊഴിൽ ഇപ്പോൾ പല കുഞ്ഞു ജോലികൾക്ക് പോലും പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരൊക്കെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നിയന്ത്രിതമായി മാത്രമേ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് സംഭവിച്ചില്ല. എല്ലാവർക്കും അനുവദിച്ചു. അഴിമതി നടക്കുമെന്ന് പറഞ്ഞ് വളരെ വ്യാപകമായി എല്ലാവർക്കും കൊടുത്തു. അപേക്ഷിച്ച് എല്ലാവർക്കും കൊടുത്തു. രാഷ്ട്രീയ സമ്മർദ്ദവും സാമ്പത്തിക സമ്മർദ്ദവും അഴിമതിയും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവർക്കും അനുവദിച്ചു.
ഇപ്പോഴിതാ വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇങ്ങനെ വല്ലാതെ പിന്നെ കരചരണാദികളറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കണം. എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുക? അത് ടൈം പൈസ കൊടുത്തുകൊണ്ടുള്ള സപ്പോർട്ടൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഗൗരവമായി ഒരു പാക്കേജ് എങ്ങനെയാണ് ഗവൺമെന്റ് ഉണ്ടാക്കുക? അതുകൊണ്ട് മാനേജ്മെന്റ് അസോസിയേഷൻകാരും ഗവൺമെന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും പഞ്ചായത്ത് വകുപ്പും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ ഉണ്ടായി വന്നിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റി, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ എങ്ങനെ ഗൗരവമായി നമുക്ക് പ്രയോജനപ്പെടുത്താം, അതിനാവശ്യമായ ഏത് കോഴ്സ് പുതിയതായിട്ട് കൊണ്ടുവരാം, അങ്ങനെ കോഴ്സിന് സാധ്യതയില്ലെങ്കിൽ മറ്റേത് രൂപത്തിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്നുള്ള ഫ്രൂട്ട്ഫുള്ളായി വളരെ ഫലപ്രദമായി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഗൗരവമായ അന്വേഷണം നടക്കട്ടെ. ഇനിയും ഒരു PSമാർ ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ. അല്ലെങ്കിൽ അദ്ദേഹമാണെന്ന് പൂർണ്ണമായി ഉറപ്പില്ലാതെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ആ കോളേജിൽ ഒരു ആത്മഹത്യ നടന്നു. ഇനി മറ്റ് കോളേജുകളിൽ ആത്മഹത്യകൾ നടക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഇത് ഗൗരവമായി ചിന്തിക്കാം. സർക്കാർ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. അതിനാവശ്യമായ ഒരു സബ് കമ്മിറ്റി, ഞാനീ പറഞ്ഞ പോലെ പഞ്ചായത്ത് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും വ്യവസായ വകുപ്പും പിന്നെ 4 സാമൂഹ്യക്ഷേമം, അങ്ങനെ 4-5 വകുപ്പുകൾ ചേരുന്ന ഒരു സബ് കമ്മിറ്റി എടുത്ത് അത് ഗൗരവമായി ഈ വിഷയം പഠിച്ച് മാനേജ്മെന്റുകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് കൂടി പ്രധാന പാർട്ട്ണർഷിപ്പ് കൊടുത്തുകൊണ്ട്, എന്നാൽ ഗവൺമെന്റും മറ്റ് പഞ്ചായത്തുകളും എല്ലാവരും കൂടി വരുന്ന ഒരു പുതിയ വികസന മാർഗം കേരളത്തിൽ അവലംബിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക സാമ്പത്തികമാണ്, കാശുണ്ടാക്കുക എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസം കച്ചവടമല്ല. പക്ഷെ കച്ചവടമായി കണ്ടവരുമുണ്ട് കുറച്ചു പേർ. ഇതിൽ നിന്ന് നല്ല കാശുണ്ടാക്കാം, വരുമാനം ഉണ്ടാക്കാമെന്ന് കാര്യം, നല്ല ഫീസ് മേടിക്കാൻ കഴിയും, അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പൈസ മേടിക്കാൻ കഴിയും, അതുകൊണ്ട് നല്ല കാശുണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയ മുതലാളിമാരും ഉണ്ട്. എന്നാൽ സതുദ്ദേശത്തോടു കൂടി വന്നവരുമുണ്ട്. അപ്പോൾ അവരെയെല്ലാം നമുക്ക് സഹായിക്കണം. എന്ത് തന്നെ ആയിരുന്നാലും ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമായി മാറട്ടെ. കേരള സമൂഹം ഗൗരവമായി ഇത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.